1981 का साल, വർഷം 1981, साल വർഷം. രാജസ്ഥാൻ में जयपुर के नजदीक, രാജസ്ഥാനിലെ ജയ്പൂരിനടുത്ത്, നസ്ദീക് അടുത്ത്, സവാരി ഗാഡിയോ യാത്രാ വണ്ടികളാലും, അവർ മാൽഗാഡിയോ ചരക്കു വണ്ടികളാലും, സദാഭര നിറഞ്ഞ, ഫുലേര ജംഗ്ഷൻ, ഫുലേര എന്ന റെയിൽവേ സ്റ്റേഷൻ. കസ്ബെ കെ ലഗ്ഭഗ് സൂനി തങ് ഗലിയ, കസ്ബ ടൗൺ, ആ ടൗണിലെ ഏകദേശം, ലഗ്ഭഗ് ഏകദേശം, സൂനി തങ് ഗലിയ എല്ലാ വഴികളും നിശബ്ദമായിരുന്നു. സൂനി തങ് ഗലിയ നിശബ്ദമായ വഴികൾ. ഗലിയോമേ ആ തെരുവുകളിൽ, ഖാമോഷ് ഖഡെ നിശബ്ദമായി നിൽക്കുന്ന, ബിജ്ലി കെ ഖംബെ ഖാമോഷ് നിശബ്ദമായ, ഖഡെ നിൽക്കുന്ന, ബിജ്ലി കെ ഖംബെ വൈദ്യുതിയുടെ തൂണുകൾ, വൈദ്യുതി പോസ്റ്റുകൾ. ഖംബോं के बीच ആ തൂണുകൾക്കിടയിലായി, കിഞ്ചി താരോं की കത്താരെ നീട്ടിവലിച്ച വയറുകളുടെ നിര. കിഞ്ചി എന്ന് പറഞ്ഞാൽ വലിക്കുക, താരോ വയറുകള്, കത്താരെ നിരകൾ, നിരനിരയായി തലങ്ങും വിലങ്ങുമായി വയറുകൾ വലിച്ചിരിക്കുന്നു. ഇൻ ഗലിയോമേ ഈ തെരുവുകളിൽ, ജഹാം തഹാം അവിടെയും ഇവിടെയുമായി, ദിഖായി പടുത്തെ കാണാൻ കഴിയുന്ന, മീട്ടി ഗണ്ടിയാം ബജാത്തെ മാധുര്യമുള്ള മണികൾ മുഴക്കിക്കൊണ്ട്, ബജാത്തെ ഫേരി വാലെ, ഫേരി വാലെ വിൽപ്പനക്കാർ, നടന്നുപോയി സാധനങ്ങൾ വിൽക്കുന്ന ആളുകളെ മണി അടിച്ചുകൊണ്ട് പോകുന്ന കാഴ്ചയാണ് ആ റോഡിൽ കാണാൻ കഴിയുന്നത്. ഏക് അന്ധേരി സി ഗലിമേ ഒരു ഇരുട്ടു നിറഞ്ഞ, അന്ധേരി ഇരുട്ടു നിറഞ്ഞ, ഗലി വഴിയിൽ, ഛ സാത്ത് ആറോ ഏഴോ, ഗദോं की കഴുതകളുടെ, ഗദോം കഴുത, ഖുരോं की ടാപ്പോं की ആവാസെ കുളമ്പടിയുടെ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞിരുന്നു. ഖുരോं की ടാപ്പോं കുതിര കഴുതകളുടെ കുളമ്പടിയുടെ ശബ്ദങ്ങൾ. ഉൻകെ പീച്ചെ അവരുടെ പിന്നിലായി, ചൽത്ത നടന്നു പോകുന്ന, ഏക് ബദൻ ഉഗാഡെ കുമാർ അർദ്ധനഗ്ന ശരീരത്തോടെ, ബദൻ ഉഗാഡെ ബദൻ ശരീരം, ഉഗാഡെ നഗ്നമായ ശരീരത്തോടുകൂടി, അർദ്ധനഗ്ന ശരീരത്തോടുകൂടി നടന്നു നീങ്ങുന്ന കുമാർ കുംഭാരൻ. ഇസി ദൃശ്യക്കെ ബീച്ച് ഈ ദൃശ്യങ്ങൾക്കിടയിലായി, ഗുസർത്തെ ഹുയെ കടന്നു പോകുന്ന, ദോ സ്കൂലി ബച്ചെ രണ്ട് സ്കൂൾ കുട്ടികൾ, ബേല അവർ സാഹിൽ ബേലയും സാഹിലും. ഉൻദിനോ ആ കാലഘട്ടത്തിൽ, പൈൻമേ പെന്നിൽ, 5 പൈസേമേ 5 പൈസയ്ക്ക്, നീലി സ്യാഹി ബരി ജാതി ഥി നീല മഷി നിറയെ, ഒരു പെണ്ണ് നിറയെ മഷി നിറച്ചു കിട്ടിയിരുന്നു. 5 പൈസ കൊടുത്താൽ മതിയായിരുന്നു ആ കാലഘട്ടത്തിൽ എന്നാണ് സൂചിപ്പിക്കുന്നത്. സ്റ്റേഷനറി കി ദുകാൻ വാലെ സ്റ്റേഷനറി കടക്കാരൻ, ദുകാൻ വാല ഷോപ്പ് കീപ്പർ കടക്കാരൻ, ഡ്രാപ്പർ സെ പൈൻ മേ സ്യാഹി ബർത്തെ തേ ഡ്രോപ്പർ കൊണ്ട് പെന്നിൽ മഷി നിറച്ചിരുന്നു. പൈൻ മേ കുച്ച് സ്യാഹി ബച്ചി ഥി പെന്നിൽ കുറച്ചു മഷി അവശേഷിച്ചിരുന്നു. സ്യാഹി മഷി, ബച്ചി ഥി അവശേഷിച്ചിരുന്നു. ഉസേ സാഹിൽ നെ ജമീൻ പർ ചിടക് ദിയ അത് സാഹിൽ കുടഞ്ഞുകളഞ്ഞു. ചിടക് ദിയ കുടഞ്ഞു കളയുക. നെയ്യ് സ്യാഹി ബർവാനെ കേലിയെ പുതിയ മഷി, നെയ്യ് പുതിയ, സ്യാഹി മഷി, ബർവാനെ കേലിയെ നിറയ്ക്കുന്നതിനു വേണ്ടി, ദോനോ ദുകാൻ പർ പഹുഞ്ചെ രണ്ടുപേരും കടയിലെത്തി. ദുകാൻ കട, പഹുഞ്ചെ എത്തി. ഏക് പൈൻ സ്യാഹി ഭർദോ ഒരു പെന്ന് മഷി നിറച്ചു തരൂ. സ്യാഹി മഷി, ഭർദോ നിറച്ചു തരൂ. സാഹിൽ സെ പഹലെ ഹി ബേലാനെ ദുകാൻ വാലെ സെ കഹ സാഹിലിനു മുൻപായി, പഹലെ മുൻപായി, ബേലാനെ ദുകാൻ വാലെ സെ കഹ ബേല കടക്കാരനോട് പറഞ്ഞു. ബേട്ട സ്യാഹി की बोतल अभी अभी खाली हो गई है, अब तो कल ही मिल पाएगी. കടക്കാരൻ പറഞ്ഞു, ബേട്ട സ്യാഹി की बोतल മഷി ഉണ്ടായിരുന്ന കുപ്പി, മഷിക്കുപ്പി, അബി അബി ഖാലി ഹോ ഗയി ഹെ തീർന്നുപോയി, ഒട്ടും തന്നെ മഷിയില്ല. അബ് തോ കൽ ഹി മിൽ പായേഗി ഇനി നാളെ തന്നെ മഷി കിട്ടുകയുള്ളൂ. ലേക്കിൻ ഇസ്നെ തോ പൈൻ മേ ജോ സ്യാഹി തി ഉസേ ബി ജമീൻ പർ ചിടക് ദിയ ബേല ബോലി. കടക്കാരൻ അത് പറഞ്ഞതും ബേല മറുപടി പറഞ്ഞു, അയ്യോ ലേക്കിൻ ഇസ്നെ തോ അയ്യോ ഇവൻ
പാൻ മേ ജോ സ്യാഹി തീ, ബാക്കിയുണ്ടായിരുന്ന മഷിയും കൂടെ ജമീൻ പർ ചിടക് ദിയ, അത് അവൻ കുടഞ്ഞു കളഞ്ഞു. ബേല ബോലി, ബേല പറഞ്ഞു. ബാദൽ കോ ദേഖ് കർ ഗഡേ കോ നഹി ഡുലാനാ ചാഹിയേ, മഴക്കോള് കാണുമ്പോഴേക്കും കുടത്തിലെ വെള്ളം ഒഴിച്ചുകളയേണ്ട ആവശ്യമില്ല. നഹി ഡുലാനാ ചാഹിയേ, ഒഴിച്ചുകളയേണ്ട ആവശ്യമില്ല. ദുക്കാൻ വാലെ ബയ്യാനെ കഹ, ആ കടക്കാരൻ പറഞ്ഞു. അവർ പൂച്ച, അവരോട് ചോദിച്ചു. കോൺസി മേ പഠിത്തേ ഹോ, എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? പാഞ്ച്വി മേ, 5ാം ക്ലാസ്സിൽ. സാഹിലിനെ ഐസെ പുരേ മനസെ ബത്തായ ജൈസെ പാഞ്ച്വി മേ പഠന പാപ് ഹോ, 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്ന് സാഹിൽ വളരെ മോശമായ മനോഭാവത്തോടെയാണ് പറഞ്ഞത്. അവൻ പറഞ്ഞത് കേട്ടാൽ തോന്നും 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത് ഒരു വലിയ പാപമാണെന്ന്. ദോനോ ദുക്കാൻ വാലെ ഭയ്യാനെ കഹ, രണ്ടുപേരും, കടക്കാരൻ അവരോട് പറഞ്ഞു. ഹാ ദോനോ, അതെ രണ്ടുപേരും. അവർ ഹം ദോനോ കാ സെക്ഷൻ ബി ഏക് ഹി ഹെ, ഞങ്ങളുടെ രണ്ടുപേരുടെയും ഡിവിഷൻ, സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഡിവിഷൻ, ഏക് ഹി ഹെ, ഒന്ന് തന്നെയാണ്. എ ഡിവിഷനിലാണ് ഞങ്ങൾ രണ്ടുപേരും പഠിക്കുന്നത്. ബേലാനെ ഐസെ ഖുഷ് ഹോക്കർ ബത്തായ, ബേല വളരെ സന്തോഷത്തോടു കൂടിയാണ് പറഞ്ഞത്. ജൈസെ യേ കോയി ബഹുത് ബഡി ബാത് ഹോ, ഒരു വലിയ കാര്യം പോലെയാണ് അവളത് സന്തോഷത്തോടു കൂടി പറഞ്ഞത്. ക്ലാസ് മേ ദോനോ പാസ് പാസ് ബൈഠത്തെ ഥേ, ക്ലാസ്സിൽ രണ്ടുപേരും അടുത്തടുത്താണ് ഇരുന്നിരുന്നത്. കാപ്പി മേ, നോട്ട്ബുക്കിൽ, കാപ്പി നോട്ട്ബുക്ക്. കാം കർത്തേ തോ, എഴുതുമ്പോൾ. ദോനോ കാപ്പി മേ കാം കർത്തേ ഥേ, രണ്ടുപേരും ഒരുമിച്ചാണ് നോട്ട്ബുക്കിൽ എഴുതിയിരുന്നത്. കിതാബ് പഠിത്തേ, ബുക്ക് വായിക്കുകയാണെങ്കിൽ. ദോനോ കിതാബ് പഠിത്തേ, രണ്ടുപേരും പുസ്തകം വായിക്കുമായിരുന്നു. ബൽക്കി പാഠ് ബി ഏക് ഹി പഠിത്തേ, രണ്ടുപേരും ഒരേ പാഠമാണ് വായിച്ചിരുന്നത്. സാഹിൽ ഇപ്രകാരം വായിക്കുമായിരുന്നു. ചമക് ഉഠി സൻ 57 മേ വഹ് തൽവാർ പുരാനി ഥി. പഠിത്ത, അവരുടെ പാഠപുസ്തകത്തിലുള്ള ഒരു കവിതയാണ് കൊടുത്തിരിക്കുന്നത്. കവിതയുടെ വരിയാണത്. ഇങ്ങനെ വായിക്കുമ്പോൾ തോ ബേല ബി, അപ്പോൾ ബേലയും അതേ വരി തന്നെയാണ് വായിച്ചിരുന്നത്. ചമക് ഉഠി സൻ 57 മേ വഹ് തൽവാർ പുരാനി ഥി പഠിത്തി ഥി, ഇപ്രകാരം ബേലയും വായിച്ചിരുന്നു. ബേല കഹത്തി ബഹൻജി പാനി പീനെ ചലി ജാവും, സ്കൂളിലെ ടീച്ചറോട് വെള്ളം കുടിക്കാൻ പോയിക്കോട്ടെ എന്ന് ബേല പറയുമ്പോൾ സാഹിൽ ബി കഹത്ത, സാഹിലും അപ്പോൾ തന്നെ പറയുമായിരുന്നു. ബഹൻജി പാനി പീനെ ചലാ ജാവും, ഞാനും വെള്ളം കുടിക്കാൻ പോയിക്കോട്ടെ. गणित के माट साहब सुरेंद्र जी का पीरियड खेल घंटी के बाद आता था. കണക്കിന്റെ മാഷായിരുന്ന സുരേന്ദർ സാറിന്റെ പീരീഡ് PT പീരീഡിന് ശേഷമാണ് വന്നിരുന്നത്. മാട്ട് സാബ് സർ, ഖേൽ ഘണ്ടി PT പീരീഡ്, മാത്സ് പീരീഡിന് ശേഷമാണ് PT പീരീഡ് വന്നിരുന്നത്. ബച്ചേ ഉൻസെ കാംപ്തേ ഥേ, കുട്ടികൾ മാഷയെ കണ്ടാൽ വിറയ്ക്കുമായിരുന്നു. കാമ്പ് തേഥേ, പേടിച്ചു വിറയ്ക്കുമായിരുന്നു. അവർ ഖേൽ ഘണ്ടി ബന്ദ് ഹോനെ സെ, PT പീരീഡ് കഴിയുന്നതിന് 2 മിനിറ്റ് പെഹലെ, 2 മിനിറ്റ് മുൻപ് തന്നെ അപ്നി അപ്നി ജഗഹോം പർ ആക്കർ ബൈഠ് ജാത്തേ ഥേ, അവരവരുടെ സീറ്റുകളിലേക്ക് വന്ന് ഇരിക്കുമായിരുന്നു.